നമസ്കാരം. വാസ്തുസ്ക്വയർ.com ഏവർക്കും സ്വാഗതം. ഇന്ന് ഏറെ വിവാദമായ ഒരു വിഷയമാണ് 2024 കർക്കിടക വാവ് ഓഗസ്റ്റ് 3-ാം തീയതിയാണോ 4-ാം തീയതിയാണോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 3-ാം തീയതി വൈകിട്ട് 3:50 അമാവാസ്യ ആരംഭിക്കുന്നത്. അത് 4-ാം തീയതി വൈകിട്ട് 4:42 വരെ അമാവാസ്യയുണ്ട്. അപ്പോൾ 3-ാം തീയതി രാവിലെ എങ്ങനെ നമുക്ക് വാവ് എന്ന് കണക്കാക്കാൻ പറ്റും? എങ്ങനെ രാവിലെ തർപ്പണം ചെയ്യാൻ പറ്റും? കാരണം തുടങ്ങുന്നത് വൈകിട്ട് 3:40 അപ്പം അതുകൊണ്ട് അമാവാസ്യ എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 4-ാം തീയതി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എങ്ങനെ 3-ാം തീയതി ചെയ്യണം, 3-ാം തീയതി തന്നെ കർക്കിടക വാവ് എന്ന് ഏതർത്ഥത്തിൽ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നാലും ജ്യോതിഷ പണ്ഡിതന്മാർ അതൊന്ന് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അമാവാസ്യ 4:42 വരെ 4-ാം തീയതി വൈകിട്ടുള്ളത് കൊണ്ട് അതെടുക്കുന്നതായിരിക്കും ഉത്തമം എനിക്ക് തോന്നുന്നു. ഗവൺമെൻറ് 3-ാം തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ അത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ജ്യോതിഷ പണ്ഡിതന്മാരെല്ലാം ഒന്ന് വിശദീകരിച്ചിരുന്നാൽ നമുക്ക് ആ തെറ്റുകൾ മാറ്റാമല്ലോ. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് രാത്തങ്ങലുള്ളത് 3-ാം തീയതിയാണ്, 4-ാം തീയതി രാത്തങ്ങലില്ല. പക്ഷേ അത് പൂജകൾക്ക് മാത്രമാണ്. ഷഷ്ഠി അല്ലെങ്കിൽ പ്രദോഷം അല്ല എന്നുണ്ടെങ്കിൽ പൗർണമി, അതിനൊക്കെയാണല്ലോ രാത്തങ്ങൾ നോക്കുന്നത്. അമാവാസിക്കുന്ന രാത്തങ്ങലല്ലല്ലോ നോക്കാറുള്ളത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായിരുന്നാലും ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ജ്യോതിഷ പണ്ഡിതന്മാരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് തിരുത്തുന്നാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും.